നമ്മളെപ്പോലുള്ള സാധാരണക്കാർ പറഞ്ഞ പിന്നെ ശരി പുറത്ത് കാലത്ത് സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പം യൂറോപ്പിലൊക്കെ ആണെങ്കിലും ആ ഒരു സിസ്റ്റം തന്നെ. യൂറോപ്പ് ആയാലും ഇന്തോനേഷ്യ ആയാലും അവരോട് പെയിൻ വരുമ്പോ വരാനാ പറയാം. അല്ലാണ്ട് അവർക്ക് ഒരു ഇന്ന ഡേറ്റിന് നിങ്ങൾ പ്രസവിക്കണം. കേരളത്തിൽ അങ്ങനെയാണ് എന്ന് വെച്ചിട്ട് കേരളത്തിൽ അങ്ങനെ ആയതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. അതിപ്പോ നമുക്കൊരു സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഒരാളില്ല. പിന്നെ ഞങ്ങൾ പറയുന്ന ടൈമിൽ നിങ്ങൾക്ക് പ്രസവിക്കണം. അതിപ്പോ നമ്മളെ ഒരു കമന്റ് ഒന്ന് വന്നിരുന്നു. പിന്നെ ഈ ഡോക്ടറിന് എവിടെയോ പോവാണ്ട്, ആ പോവാനുള്ളതിന്റെ ബേസിൽ 37 വീക്കിലോ 38 വീക്കിലോ എങ്ങാനും ഇവരെ കൊണ്ട് പ്രസവിപ്പിച്ചു. 14 to 42 വീക്സ് ആണ് ലാസ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഗർഭസ്ഥ ശിശുവിന് അവിടെ കിടക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അത്ര വീക്സ് മാത്രമേ ഒരു കുട്ടിയുടെ നിൽക്കുള്ളൂ. ആ ഒരു പ്രസവിക്കാനുള്ള ടൈം കൊടുക്കാതെ 37 വീക്ക് കൊണ്ടുപോയിട്ട് ഇവർ ഓപ്പറേഷൻ ചെയ്യാം. 3 ദിവസം ഇവർക്ക് മരുന്ന് കൊടുത്തു, വേദന വരുന്നില്ല. 37 വീക്കിനെങ്ങാനും ഇവർ ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അവർ മനസ്സിലാകുന്നത് ഡോക്ടർ ഇവിടെ ഇല്ല, ഡോക്ടർ ട്രിപ്പിന് പോയിട്ടുണ്ട്. അതായത് ഇവരത് തീർത്തിട്ടാണ് ഡോക്ടറിന് പോവാന്. അപ്പൊ ആ ഒരു കമന്റ് ഒരു 5-8 കമന്റ്സ് ഉണ്ടാവും, സെയിം സാധനം. എനിക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഡോക്ടറിന് എവിടെയോ പോവാനുള്ളതും കൊണ്ട് ഇതായി. ഇവര് പ്രസവിച്ച നന്നായിട്ടേ ഉള്ളൂ. ഇങ്ങനെ കുറെ ഡോക്ടർമാർ പഠിക്കട്ടെ.